നമസ്കാരം. ലൈവ് അറ്റ് 6 ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. ലോകമറിയണം ശരിയായ കേരള സ്റ്റോറി. മതം നോക്കാതെ പ്രണയിച്ചതിന് ജാർഖണ്ഡ് വിടേണ്ടി വന്ന ദമ്പതികൾ കായംകുളത്ത്. സംരക്ഷകരായി കേരള പോലീസ്. ജാർഖണ്ഡിൽ ലവ് ജിഹാദ് എന്നാരോപിച്ച് വൻ പ്രക്ഷോഭം. വെഞ്ഞാറൻമൂട് കൂട്ടക്കുരുതിക്ക് പിന്നിൽ സാമ്പത്തിക ബാധ്യത തന്നെയെന്ന നിഗമനത്തിൽ പോലീസ്. ഉമ്മ ഷെമിക്ക് 65 ലക്ഷം രൂപ കടമുണ്ടെന്ന് കണ്ടെത്തി. അഫാനെ ചോദ്യം ചെയ്യുന്നു. അഫാന്റെ വീട്ടിലേക്ക് ഫർസാന പോകുന്ന ദൃശ്യങ്ങൾ ന്യൂസ് 18. തിരുവനന്തപുരം വെള്ളനാട്ട് 10 വയസ്സുകാരി ഷാൾ കുരുങ്ങി മരിച്ച നിലയിൽ. ദുരൂഹതയെന്ന അച്ഛൻ. അന്വേഷണം ആരംഭിച്ച പോലീസ്. പത്തനംതിട്ട കൂടലിൽ 13 വയസ്സുകാരന് പിതാവിന്റെ ക്രൂരമർദ്ദനം. സിനിമാ മേഖലയിൽ തൽക്കാലത്തേക്ക് വെടിനിർത്തൽ. എമ്പുരാന്റെ റിലീസ് ഫിലിം ചേംബർ തടയില്ല. സുരേഷ് കുമാറിനെതിരായ FB പോസ്റ്റ് പിൻവലിച്ച ആന്റണി പെരുമ്പാവൂർ. സർക്കാരുമായി ചർച്ച നടത്താൻ സിനിമാ സംഘടനകൾ. KPCC അധ്യക്ഷനെ മാറ്റുമെന്ന് വീണ്ടും അഭ്യൂഹം. വാർത്ത തള്ളി K സുധാകരൻ. പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. ആയിക്കോട്ടെ, മാറ്റില്ലെന്താ കുഴപ്പമോ? മാറ്റിക്കോട്ടെ. AICCക്ക് വോളണ്ടിയർ കോൺഗ്രസ് കമ്മിറ്റിക്ക് തന്നെ മാറ്റുന്നതാണെങ്കിൽ ആ മാറ്റൽ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. എനിക്കൊരു പ്രശ്നമില്ല. കേരളത്തിൽ സജീവമാകാനാണ് ആഗ്രഹമെന്ന് ശശി തരൂർ. ആശാവർക്കർമാരുടെ സമരം ഏറ്റെടുക്കാൻ കോൺഗ്രസ്. പഞ്ചായത്ത് ഓഫീസുകൾക്ക് മുന്നിൽ നാളെ പ്രതിഷേധം. മാർച്ച് 3 സെക്രട്ടേറിയറ്റ് മാർച്ച്. സമരം നടത്തുന്നത് ഈർക്കിൽ സംഘടനയെന്ന് എളമരം കരീം. സർക്കാരിനെ വിമർശിച്ച് KK ശിവരാമൻ. കൊടും ചൂടിനിടെ ആശ്വാസമായി വേനൽ മഴയെത്തുന്നു. വെള്ളി ശനി ദിവസങ്ങളിൽ 3 തെക്കൻ ജില്ലകളിൽ യെല്ലോ അലർട്ട്. വടക്കൻ കേരളത്തിൽ ഞായറാഴ്ച മഴയെന്നും കാലാവസ്ഥാ കേന്ദ്രം. ശിവരാത്രിക്കൊരുങ്ങി ആലുവ മണപ്പുറം. ബലിതർപ്പണത്തിന് 116 ബലിത്തറകൾ. ശിവക്ഷേത്രങ്ങളിൽ വൻ ഭക്തജന തിരക്ക്. മഹാകുംഭമേളയ്ക്ക് ഇന്ന് സമാപനം. രഞ്ജി ട്രോഫി ഫൈനലിൽ വിദർഭ ശക്തമായ നിലയിൽ. ആദ്യ ദിനം 4 വിക്കറ്റ് നഷ്ടത്തിൽ 254 റൺസ്. ഡാനിഷ് മലേവാറിന് സെഞ്ചുറി. കരുൺ നായർക്ക് അർദ്ധ സെഞ്ചുറി. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇംഗ്ലണ്ടിനെതിരെ അഫ്ഗാൻ ഭേദപ്പെട്ട സ്കോറിലേക്ക്. വാർത്തയിലേക്ക് വിശദമായി. മതം പ്രണയത്തിനും വിവാഹത്തിനും വിലങ്ങുതടിയായപ്പോൾ കേരളത്തിൽ അഭയം തേടി ജാർഖണ്ഡ് സ്വദേശികൾ. ലവ് ജിഹാദ് എന്നാരോപിച്ച് കടുത്ത പ്രതിഷേധം ജാർഖണ്ഡിൽ നടക്കെ ചിത്തപ്പൂർ സ്വദേശികളായ മുഹമ്മദ് ഗാലിബും ആശാവർമ്മയും കേരളത്തിലെത്തി വിവാഹിതരായി. സുഹൃത്തുക്കളുടെ സഹായത്തോടെ കായംകുളത്തെത്തിയ ഇരുവർക്കും പിന്നാലെ ജാർഖണ്ഡ് പോലീസും ബന്ധുക്കളും എത്തിയെങ്കിലും ഇരുവരും പോകാൻ തയ്യാറായില്ല. കേരള പോലീസിന്റെ സംരക്ഷണയിലാണ് ഇപ്പോൾ ഇരുവരുമുള്ളത്. 10 വർഷത്തിലേറെയായി പ്രണയത്തിലാണ് ജാർഖണ്ഡ് ചിത്തപ്പൂർ സ്വദേശികളായ ആശാവർമ്മയും മുഹമ്മദ് ഗാലിബും. ഒരാൾ ഇസ്ലാം മത വിശ്വാസിയും മറ്റൊരാൾ ഹിന്ദുവും. മതം പ്രണയത്തിന് വിഘാതമായപ്പോൾ ബന്ധുക്കൾ ഒന്നടങ്കം എതിർപ്പുമായി രംഗത്തെത്തി. ഒടുവിൽ 45 വയസ്സോളം പ്രായമുള്ള ഒരാളെ കൊണ്ട് തന്നെ വിവാഹം കഴിപ്പിക്കാൻ പിതാവ് തീരുമാനിച്ചുവെന്ന് ആശ പറയുന്നു. വിദേശത്തുള്ള മുഹമ്മദിനെ ഉടൻ വിവരമറിയിച്ചു. നാട്ടിലെത്തിയെന്നറിഞ്ഞപ്പോൾ മുഹമ്മദുള്ള രാംഘഡ് എന്ന സ്ഥലത്തേക്ക് ആശ പോയി. അപ്പോഴേക്കും ലവ് ജിഹാദ് എന്ന പേരിൽ നാട്ടിൽ വലിയ പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. സുരക്ഷിത സംസ്ഥാനം എന്ന തിരിച്ചറിവോടെ ഇരുവരും കേരളത്തിലേക്ക്. സുഹൃത്തുക്കളുടെ സഹായത്തോടെ 26-കാരി ആശയും 30-കാരൻ ഗാലിബും കായംകുളത്ത് ഇസ്ലാം മത ആചാരപ്രകാരം 11-ന് വിവാഹിതരായി. നാട്ടിൽ സംഘർഷം രൂക്ഷമായതോടെ ഗാലിബിന്റെ രക്ഷകർത്താക്കളെ ജാർഖണ്ഡ് രാജ്രപ്പ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സമ്മർദ്ദങ്ങൾക്കൊടുവിൽ തങ്ങളുള്ള ലൊക്കേഷൻ ഗാലിബിന് അയച്ചു കൊടുക്കേണ്ടതായി വന്നു.
ജാർഖണ്ഡ് പോലീസും ആശയുടെ സഹോദരി അൽക്ക, ശേഖർ പഡ്വ എന്നിവർ 14-ന് ഇവിടെ എത്തി. കായംകുളം പോലീസും അഭിഭാഷകയും സുഹൃത്തുമായ ഗേഎസ് ലതയും സ്വന്തം ഇഷ്ടപ്രകാരം ഒരുമിച്ച് ജീവിക്കാനെത്തിയവരെ വിട്ടു നൽകാനാവില്ലെന്ന നിലപാടെടുത്തതോടെ ബന്ധുക്കളും പോലീസും 15-ന് മടങ്ങി. പിന്നീട് മുഹമ്മദ് ഗാലിബിനെതിരെ കിഡ്നാപ്പിംഗ് കേസ് രജിസ്റ്റർ ചെയ്താണവർ ഇന്നലെ വീണ്ടും കായംകുളത്തെത്തിയത്. കള്ള FIR ഇട്ടാണ് ഇപ്പോൾ ഈ പെൺകുട്ടിയെയും പയ്യനെയും ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ജാർഖണ്ഡിൽ നിന്ന് ആളുകൾ വന്നിട്ടുള്ളത്. അവർ ശരിക്കും ഒരു പോലീസുകാരാണെന്ന് പോലും നമുക്കറിയത്തില്ല. പ്രായപൂർത്തിയായതും വിവാഹിതരുമായവരെ വിട്ടു നൽകാനാവില്ലെന്ന് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി മോഹനചന്ദ്രന്റെ നിർദ്ദേശാനുസരണം കായംകുളം പോലീസ് വീണ്ടും നിലപാടെടുത്തു. ആ സമയം ജാർഖണ്ഡ് ചിത്രപൂർ തെരുവിൽ പ്രതിഷേധം കത്തിക്കയറുകയായിരുന്നു. കേരള പോലീസ് നിലപാട് വ്യക്തമാക്കിയതോടെ ചിത്രപൂരിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പെൺകുട്ടി കായംകുളത്തുണ്ടെന്നും സ്വന്തം ഇഷ്ടപ്രകാരം വിവാഹിതയായെന്നും പ്രതിഷേധക്കാരെ അറിയിച്ചു. 11 तारीख को हम शादी किए हैं एक दूसरे से. इसमें कोई किसी का प्रेशर नहीं, किसी का दबाव भी नहीं है. इसमें किसी का भी कोई हाथ नहीं है और इन्होंने मुझे ज़बरदस्ती नहीं लाया था. मैं अपनी मर्जी से आई थी क्योंकि मैं इनको पसंद करती थी. ആശയും ഗാലിബും കേരള ഹൈക്കോടതിയിൽ റിട്ടും സമർപ്പിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ മതേതരത്വം മാത്രമാണ് അവരുടെ പ്രണയത്തിന്റെ പ്രതീക്ഷ. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18, ആലപ്പുഴ. കൂട്ടക്കൊലപാതകത്തിനിടെ പ്രതി അഫാൻ ബാറിലെത്തി മദ്യപിച്ചതായി സൂചന. 4 പേരെ തലയ്ക്കടിച്ച് വീഴ്ത്തിയ ശേഷം ബാറിലെത്തുകയും മദ്യവുമായി മടങ്ങിയ ശേഷം 2 കൊലപാതകങ്ങൾ കൂടി നടത്തിയെന്നുമാണ് കരുതുന്നത്. പ്രതിയെ വൈകാതെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യും. പ്രതിയുടെ മാതാവ് ഷെമിയുടെ ആരോഗ്യനില കൂടുതൽ മെച്ചപ്പെട്ടു. വെറും 6 മണിക്കൂർ, ഇതിനിടെ 6 കൊലപാതക ശ്രമം. അതിൽ കഷ്ടി രക്ഷപ്പെട്ടത് ഒരാൾ മാത്രം, 6ഉം അതിക്രൂരം. ഈ സമയത്തിനിടയിലും പ്രതി മറ്റു പലതും ചെയ്തു, അതും ആർക്കും സംശയം തോന്നാത്ത വിധം. പാങ്ങോട് വാപ്പുമ്മയെയും 15 കിലോമീറ്റർ സഞ്ചരിച്ച് പിതാവിന്റെ ജ്യേഷ്ഠനെയും അദ്ദേഹത്തിന്റെ ഭാര്യയും ചുറ്റികൊണ്ട് തലക്കടിച്ചു കൊലപ്പെടുത്തിയ ശേഷം പ്രതി സഞ്ചരിച്ചെത്തിയത് വെഞ്ഞാറമൂട്ടിൽ ബാറിലേക്കാണെന്ന് സൂചന. ഈ കൊലപാതകങ്ങൾക്ക് മുമ്പ് മാതാവ് ഷെമിയെയും തലക്കടിച്ചു വീഴ്ത്തിയിരുന്നു. 4 പേരുടെ തലകൾ അടിച്ചു നുറുക്കിയിട്ടും ഒരു ഭാവവ്യത്യാസവുമില്ലാതെയായിരുന്നു അഫാന്റെ സഞ്ചാരം. 10 മിനിറ്റോളം ബാറിൽ ചിലവഴിച്ച് മദ്യപിച്ച ശേഷം മദ്യവും വാങ്ങിയാണ് വീട്ടിലേക്ക് പോയതെന്ന് കരുതുന്നു. വീട്ടിലെത്തിയ ശേഷമാണ് കാമുകിയെയും അനുജനെയും തലക്കടിച്ച് അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. കാമുകിയെ കൊലപ്പെടുത്താനായി അനുജനെ തന്ത്രപരമായി ഭക്ഷണം വാങ്ങാൻ വിട്ട് വീട്ടിൽ നിന്ന് അകറ്റി നിർത്തി. കാമുകിയെ കൊലപ്പെടുത്തിയ ശേഷം അനുജനെ വീട്ടിലേക്ക് ബൈക്കിൽ കൊണ്ടുവന്ന് സമാന രീതിയിൽ തലക്കടിച്ചു വീഴ്ത്തി ജീവനെടുത്തു. പ്രതിയുടെ മനോനിലയും ലഹരി ഉപയോഗവും വൈദ്യസംഘം വിശദമായി തന്നെ പരിശോധിക്കുന്നു. ഇതിനുശേഷമാവും പോലീസിന്റെ ചോദ്യം ചെയ്യൽ. ന്യൂസ് 18, തിരുവനന്തപുരം. വെഞ്ഞാറൻമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാന്റെ ആക്രമണത്തിനിരയായ അമ്മ ഷെമിയുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് ഡോക്ടർമാർ. ഷെമി ഡോക്ടർമാരോട് സംസാരിച്ചു. തലച്ചോറിലെ നീര് കൂടിയിട്ടില്ല. തലയൊട്ടിക്കും താടിയെല്ലിനും പൊട്ടലുണ്ട്. തലയിൽ മുറിവുകളുമുണ്ട്. 48 മണിക്കൂറിന് ശേഷം വീണ്ടും സ്കാനിങ്ങിന് വിധേയമാക്കുമെന്നും ഡോക്ടർമാർ പറഞ്ഞു. ഷമീനയുടെ തലച്ചോറിന്റെ സ്കാൻ രാവിലെ എടുത്തിരുന്നു. അതിൽ തലച്ചോറിലെ നീര് കൂടിയിട്ടില്ല. ഇന്നലത്തെ പോലെ അതേപോലെ തന്നെ തുടരുന്നുണ്ട്. ആളിപ്പോഴും കോൺഷ്യസ് ആണ്, സംസാരിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ അറിയാം, ബന്ധുക്കളെയൊക്കെ അന്വേഷിക്കുന്നുണ്ട്. വൈറ്റൽസ് എല്ലാം സ്റ്റേബിളായി തന്നെ തുടരുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ രാവിലെ ന്യൂറോ സർജനും മാക്സിലോ ഫേഷ്യൽ സർജൻ അങ്ങനെ അടങ്ങുന്ന ടീം കണ്ടിരുന്നു. ഇനി ഇപ്പോഴത്തെ പ്ലാൻ എന്ന് വെച്ചാൽ ഇതേപോലെ കണ്ടിന്യൂ ചെയ്യുക, ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിൽ തന്നെ ഒബ്സർവേഷൻ കണ്ടിന്യൂ ചെയ്യുക. ഒരു 48 മണിക്കൂറിന് ശേഷം സ്കാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് നോക്കാമെന്നാണ് തീരുമാനം. കൊലപാതകത്തിന് മിനിറ്റുകൾക്ക് മുൻപുള്ള ഫർസാനയുടെ ദൃശ്യങ്ങൾ ന്യൂസ് 18 പുറത്തുവിട്ടു. മുക്കുന്നൂർ ജംഗ്ഷനിലൂടെ യുവതി കാൽനടയായി നീങ്ങുന്നത് CCTV ക്യാമറയിലെ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. മുക്കുന്നൂരിൽ കാത്തുനിന്ന പ്രതി അഫാൻ ഇരുചക്രവാഹനത്തിൽ പിന്നീട് പേരമലയിലെ വീട്ടിലെത്തിച്ചാണ് ക്രൂരമായി കൊലപ്പെടുത്തിയത്. കൂട്ടക്കൊലപാതകം നടന്ന തിങ്കളാഴ്ച വൈകുന്നേരം 3 മണിയോടെയാണ് അഫാൻ പെൺസുഹൃത്തായ ഫർസാനയെ ഫോണിൽ വിളിച്ച് വീട്ടിലേക്ക് വരാൻ ആവശ്യപ്പെട്ടത്. 3:20 ട്യൂഷന് പോകുന്നെന്ന് പറഞ്ഞ് പുത്തൂരുള്ള വീട്ടിൽ നിന്നിറങ്ങിയ ഫർസാന കുട ചൂടി കാൽനടയായി മുക്കുന്നൂരിലെ പ്രധാന ജംഗ്ഷനിൽ എത്തുമ്പോൾ സമയം 3:32. ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്നറിയാൻ ഇടയ്ക്ക് തിരിഞ്ഞു നോക്കുന്നതും ന്യൂസ് 18 പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ വ്യക്തം. മുക്കുന്നൂരിലെ തിരക്കുള്ള ജംഗ്ഷൻ പിന്നിട്ട് മുമ്പോട്ട് നടന്നു നീങ്ങിയ ഫർസാനയെ വെഞ്ഞാറമൂട് ദിശയിൽ കാത്തുനിന്ന പ്രതി
തന്റെ ഇരുചക്ര വാഹനത്തിൽ കയറ്റി മുൻകൂട്ടി ആസൂത്രണം ചെയ്തതുപോലെ പേരമലയിലെ വീട്ടിലെത്തിക്കുകയായിരുന്നെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. സ്കൂൾ കാലഘട്ടം മുതൽ തന്റെ സുഹൃത്തായിരുന്ന അഫാൻ വിളിച്ചു വരുത്തിയത് എന്നേക്കുമായി ഇല്ലാതാക്കാനാണെന്ന് മനസ്സിൽ പോലും കരുതാതെ ഒരു നാടിന്റെ മുഴുവൻ പ്രതീക്ഷയായിരുന്ന 22-കാരിയായ ഫർസാന ഇങ്ങനെ നടന്നു നീങ്ങിയതാകട്ടെ മരണത്തിലേക്കും. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. തിരുവനന്തപുരം വെള്ളനാട് 10 വയസ്സുകാരി തൂങ്ങി മരിച്ച നിലയിൽ. കുളക്കോട് സ്വദേശിയായ 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയെയാണ് ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുളിക്കുന്നതിനിടെയാണ് സംഭവമെന്നാണ് പ്രാഥമിക നിഗമനം. കുട്ടിയുടെ അച്ഛനും അമ്മയും അകന്ന് താമസിക്കുകയാണ്. എന്നാൽ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് കുട്ടിയുടെ അച്ഛന്റെ കുടുംബം ആരോപിച്ചു. കാട്ടാക്കട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ വിശദമായ അന്വേഷണം തുടങ്ങി. പത്തനംതിട്ട കൂടലിൽ 13 വയസ്സുകാരനെ പിതാവ് ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് ലഭിച്ച പരാതിയിൽ കൂടൽ പോലീസ് കേസെടുത്തു. 2 ദിവസം മുൻപാണ് 13-കാരനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നത്. രാത്രിയില്ല പകലില്ല ഫുട്ബോൾ കോപ്പ് ചെരുപ്പ് ഡ്രസ്. കൂടൽ സ്വദേശി രാജേഷാണ് 13-കാരനായ മകനെ വീട്ടിൽ ബെൽറ്റ് കൊണ്ട് ക്രൂരമായി മർദ്ദിച്ചത്. 2 ദിവസം മുൻപാണ് സംഭവം. വസ്ത്രങ്ങളും ചെരുപ്പും വാങ്ങാൻ കുട്ടി ആവശ്യപ്പെട്ടതാണ് പ്രകോപനത്തിന് കാരണം. ലഹരിക്കടിമയായ രാജേഷ് ഭാര്യയെയും മക്കളെയും മർദ്ദിക്കുന്നത് പതിവാണെന്നും ഡി അഡിഷൻ സെന്ററുകളിൽ ചികിത്സയിലുള്ള വ്യക്തിയാണ് രാജേഷ് എന്നും നാട്ടുകാർ പറഞ്ഞു. ദൃശ്യങ്ങളടക്കം ശേഖരിച്ച് സമീപവാസികൾ CWCക്ക് പരാതി നൽകിയതിനെ തുടർന്നാണ് കൂടൽ പോലീസ് കേസെടുത്തത്. ന്യൂസ് 18 പത്തനംതിട്ട. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മലയാള സിനിമാ സംഘടനകൾക്കിടയിൽ തുടർന്നു പോന്നിരുന്ന തർക്കം അവസാനിച്ചു. ഫിലിം ചേംബർ പ്രസിഡന്റ് BR ജേക്കബ് നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരുമായി സംസാരിച്ചതിന് പിന്നാലെ G സുരേഷ് കുമാറിനെ വിമർശിച്ചുകൊണ്ട് എഴുതിയ ഫേസ്ബുക്ക് കുറിപ്പ് ആന്റണി പെരുമ്പാവൂർ പിൻവലിച്ചു. സിനിമാ മേഖല നേരിടുന്ന കടുത്ത പ്രതിസന്ധി തരണം ചെയ്യാൻ സമരമാർഗത്തിലേക്ക് പോവുകയാണെന്ന് അറിയിച്ചുകൊണ്ട് പ്രൊഡ്യൂസർ G സുരേഷ് കുമാർ നടത്തിയ വാർത്താ സമ്മേളനത്തെ വിമർശിച്ചായിരുന്നു നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ ഫേസ്ബുക്ക് പോസ്റ്റിട്ടത്. ആ വാർത്താ സമ്മേളനത്തിൽ G സുരേഷ് കുമാർ എമ്പുരാന്റെ ബജറ്റിനെക്കുറിച്ച് നടത്തിയ പരാമർശമാണ് തർക്കത്തിന് തുടക്കമിട്ടത്. റിലീസായി നഷ്ടത്തിലായ സിനിമകളെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഇനിയും റിലീസാകാത്ത എമ്പുരാനെക്കുറിച്ച് സംസാരിച്ചത് തന്നെ വേദനിപ്പിച്ചെന്നും ഫിലിം ചേംബർ പ്രസിഡന്റ് BR ജേക്കബിനോട് ആന്റണി പെരുമ്പാവൂർ പറഞ്ഞു. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായി ആലോചിച്ചതിനു ശേഷമായിരുന്നു തന്റെ പോസ്റ്റെന്നും ആന്റണി പെരുമ്പാവൂർ BR ജേക്കബിനോട് പറഞ്ഞിരുന്നു. തീർപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടന്നിരുന്നത്. അത് പ്രകാരം ഇന്ന് രാവിലെ ആന്റണി പെരുമ്പാവൂരായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. അപ്പോ സുരേഷ് കുമാർ, ഞങ്ങളുടെ ചേംബറിന്റെ മുൻ പ്രസിഡന്റ് സുരേഷ് കുമാർ മറ്റേ ബഡ്ജറ്റിനെ പറ്റി സംസാരിച്ചതനുസരിച്ചുള്ള ഒരു വിഷയത്തിന് പുറത്താണ് മറ്റേ ഫേസ്ബുക്ക് പോസ്റ്റ് വരാൻ കാരണം ഉണ്ടായത്. അത് ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച ഒരു തെറ്റിദ്ധാരണയുടെ പുറത്തും ആ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കാമെന്ന് അദ്ദേഹം എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. പിൻവലിക്കും. മാർച്ച് മാസത്തിൽ സൂചനാ പണിമുടക്കുണ്ടാകില്ല. എമ്പുരാൻ സിനിമയോട് പ്രതികാര നടപടിക്കില്ലെന്നും ഫിലിം ചേംബർ അറിയിച്ചിട്ടുണ്ട്. സിനിമാ വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യം ഉണ്ടാകണം. അത്തരം കാര്യങ്ങൾ സർക്കാരിനോട് സംസാരിക്കും. അല്ലാണ്ട് സിനിമ സമരം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങനെ സമരമൊന്നുമില്ല. നമ്മളെ സംബന്ധിച്ച് സിനിമാ വ്യവസായം നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. അതിനുവേണ്ടിയുള്ള സാഹചര്യം ഉണ്ടാവണം. അതിനുവേണ്ടി സർക്കാരിന്റെ പിന്തുണയും മറ്റ് സിനിമാ ഇൻഡസ്ട്രിയിലുള്ള മറ്റു സംഘടനകളുടെയും ഒക്കെ പിന്തുണയോട് കൂടിയിട്ട് നമ്മൾ സർക്കാരിനെ സമീപിച്ചുകൊണ്ട് നല്ല രീതിയിൽ പ്രസ്ഥാനം പോകണം. കോവിഡിന് ശേഷം സിനിമാ മേഖല വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. ഒരാഴ്ചക്കകം എല്ലാം പരിഹരിക്കുമെന്നാണ് ഫിയോക് അറിയിച്ചിരിക്കുന്നത്. ഇരട്ട നികുതി ചലച്ചിത്ര നിർമ്മാതാക്കൾക്ക് മേൽ ചുമത്തുന്ന ഭാരം വളരെ കൂടുതലാണ്. ഇക്കാര്യത്തിൽ സർക്കാരുമായി ചർച്ചയ്ക്ക് ശ്രമം നടത്തും. വിഷയം ചർച്ച ചെയ്യാൻ എല്ലാ സംഘടനകളും ഒരുമിച്ച് സർക്കാരിനെ സമീപിക്കുമെന്നും ഫിയോക് അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. ആശാവർക്കർമാരുടെ സമരം കോൺഗ്രസ് ഏറ്റെടുക്കും. സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ആശാവർക്കർമാരെ ഭീഷണിപ്പെടുത്താൻ ഇറക്കിയ സർക്കുലർ 27-ന് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കത്തിച്ച് പ്രതിഷേധിക്കും. മാർച്ച് 3-ന് സെക്രട്ടേറിയറ്റിലേക്കും മറ്റ് ജില്ലകളിൽ കളക്ടറേറ്റുകളിലേക്കും പ്രതിഷേധ പ്രകടനവും നടത്തും.
മാന്യമായ വേതനത്തിനു വേണ്ടി ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന സമരം 17ാം ദിവസവും തുടരുകയാണ്. സമരക്കാരെ അപഹസിച്ചും മാധ്യമങ്ങളെ പഴിച്ചും ഇടത് നേതാക്കൾ വീണ്ടും രംഗത്ത് വന്നു. അടുത്തയാഴ്ച നിയമസഭാ സമ്മേളനം പുനരാരംഭിക്കാനിരിക്കെ സമരം ഒത്തുതീർപ്പാക്കാൻ സർക്കാരിനുമേൽ സമ്മർദ്ദമേറുകയാണ്. പ്രതിഷേധക്കാരുമായി ആരോഗ്യമന്ത്രി വീണ ജോർജ് വീണ്ടും ചർച്ച നടത്തിയേക്കുമെന്നാണ് സൂചന. സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നാളെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തും. ഇതിനിടെ തുടർച്ചയായ 3ാം ദിവസവും സമരം ചെയ്യുന്ന ആശാവർക്കർമാർക്കെതിരെ പരിഹാസവുമായി CPM കേന്ദ്ര കമ്മിറ്റി അംഗം ഇളമരം കരീം. സമരം നടത്തുന്നത് ഏതോ ഈർക്കിൽ സംഘടനയാണെന്നും മാധ്യമ ശ്രദ്ധ കിട്ടിയതോടെ സമരം ചെയ്യുന്നവർക്ക് ഹരമായെന്നും കരീം പരിഹസിച്ചു. അവർക്ക് എന്ത് വേതനം എങ്ങനെ നൽകണമെന്ന് ഈ സ്കീം ആവിഷ്കരിച്ച കേന്ദ്ര ഗവൺമെന്റ് ഒരു രൂപരേഖ തയ്യാറാക്കിയിട്ടുണ്ട്. ഒരു കാലത്തും ഇവരെ വർക്കർ എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. വോളണ്ടിയേഴ്സ് ആണെന്നാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ന്യായം. അതിന് ഇൻസെന്റീവ് മാത്രമേ നൽകാൻ പറ്റൂ എന്ന നിലപാടാണ് കേന്ദ്രത്തിനുള്ളത്. സംസ്ഥാന സർക്കാരിന് കഴിയാവുന്നത് സംസ്ഥാന സർക്കാർ ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ ആശാ സമരത്തെക്കുറിച്ച് പറഞ്ഞതിന്റെ പേരിൽ എളമരം കരീമിനെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണെന്ന് ഇടതുമുന്നണി കൺവീനർ TP രാമകൃഷ്ണൻ. ആശാവർക്കർമാരുടെ സമരത്തിന്റെ ദുരുദ്ദേശത്തെക്കുറിച്ച് പറഞ്ഞാൽ മാധ്യമങ്ങൾ ഇളകിയാടുകയാണെന്നും TP രാമകൃഷ്ണൻ. തിരുവനന്തപുരത്തെ ആശാവർക്കർമാരുടെ ഒരു വിഭാഗം, കേരളത്തിലെ ആശാവർക്കർമാരിൽ മഹാഭൂരിപക്ഷം CITUവിന്റെ നേതൃത്വത്തിലാണ് അണിനിരന്നിട്ടുള്ളത്. ഒരു സമരത്തിനുള്ള ദുരുദ്ദേശപരമായ നിലപാടിനെ കുറിച്ച് വിമർശിച്ചാൽ അവർ ഇളകിയാടുകയാണ്. ഇവിടെ ആശാവർക്കർമാരുടെ യഥാർത്ഥ പ്രശ്നം കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. സമരത്തെ നാടകമെന്നാണ് തിങ്കളാഴ്ച ഇളമരം കരീം വിശേഷിപ്പിച്ചത്. സമരത്തിന് പിന്നിൽ പാട്ടപ്പിരിവ് സംഘങ്ങളാണെന്നായിരുന്നു ചൊവ്വാഴ്ച ഇളമരം കരീമിന്റെ പരിഹാസം. ന്യൂസ് ഡെസ്ക്, News 18. ആശാവർക്കർമാരുടെ സമരത്തിൽ സർക്കാരിനെ വിമർശിച്ച് CPI ഇടുക്കി ജില്ലാ സെക്രട്ടറി KK ശിവരാമൻ. ലക്ഷങ്ങൾ വാങ്ങുന്നവരുടെ ശമ്പളം സർക്കാർ വർദ്ധിപ്പിച്ചു. ആശാവർക്കർമാർക്ക് പുലയാട്ടെന്നും കണ്ണിൽ ചോരയില്ലാത്ത നിലപാട് ഇടതുപക്ഷത്തിന് ഭൂഷണമല്ലെന്നും FB പോസ്റ്റിൽ പറയുന്നു. എളമരം കരീമിനെ വളഞ്ഞിട്ടാക്രമിക്കുന്നുവെന്ന് ഇടതുമുന്നണി കൺവീനർ TP രാമകൃഷ്ണൻ. CITUവിനെ തകർക്കാനും നേതൃത്വത്തെ മോശമായി ചിത്രീകരിക്കാനും ശ്രമം നടക്കുന്നുവെന്നും ആശാവർക്കർമാരുടെ സമരത്തിന്റെ ദുരുദ്ദേശത്തെക്കുറിച്ച് പറഞ്ഞാൽ മാധ്യമങ്ങൾ ഇളകിയാടുകയാണെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. ഇപ്പോൾ CITUവിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സഖാവ് എളമരം കരീമിനെ വളഞ്ഞിട്ടാക്രമിക്കുന്നു. കേരളത്തിലെ തൊഴിലാളി വർഗത്തിനെതിരായി, തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിനെതിരായി നടത്തുന്ന കടന്നാക്രമണമാണ്. CITUവിനെ മോശമായി ചിത്രീകരിക്കാൻ, CITUവിന്റെ നേതൃത്വത്തെ തകർക്കാൻ വളരെ ബോധപൂർവ്വം ശ്രമം നടത്തുന്നു. തിരുവനന്തപുരത്തെ ആശാവർക്കർമാരുടെ ഒരു വിഭാഗം, കേരളത്തിലെ ആശാവർക്കർമാരിൽ മഹാഭൂരിപക്ഷം CITUവിന്റെ നേതൃത്വത്തിലാണ് അണിനിരന്നിട്ടുള്ളത്. ഒരു സമരത്തിനുള്ള ദുരുദ്ദേശപരമായ നിലപാടിനെ കുറിച്ച് വിമർശിച്ചാൽ അവർ ഇളകിയാടുകയാണ്. ഇവിടെ ആശാവർക്കർമാരുടെ യഥാർത്ഥ പ്രശ്നം കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറണമെന്ന് ആരും പറഞ്ഞിട്ടില്ല എന്ന് K സുധാകരൻ. സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ തീരുമാനം അംഗീകരിക്കും. AICCക്ക് മാറ്റണമെന്നാണെങ്കിൽ അംഗീകരിക്കാൻ തയ്യാറാണെന്നും K സുധാകരൻ പറഞ്ഞു. നീക്കാം, നീക്കാതിരിക്കാം, അത് ഹൈക്കമാൻഡ് ആലോചിക്കേണ്ടുന്ന വിഷയമാണ്. അവർ തീരുമാനിക്കേണ്ടുന്ന വിഷയമാണ്. അവരുടെ എന്ത് തീരുമാനമായാലും ആ തീരുമാനം ഞാൻ വളരെ അനുസരണമുള്ള, അല്ലെങ്കിൽ ഈ പാർട്ടിയോട് വിധേയത്വമുള്ള ഒരു സഹപ്രവർത്തകനെ പോലെ ഞാനത് ഏറ്റുവാങ്ങി ഞാൻ എൻ്റെ പണിക്ക് പോകും. ആയിക്കോട്ടെ, മാറ്റിയാൽ എന്താ കുഴപ്പമോ? മാറ്റിക്കോട്ടെ. AICCക്ക് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിക്ക് എന്നെ മാറ്റണമെന്നാണെങ്കിൽ ആ മാറ്റൽ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. എനിക്കൊരു പ്രശ്നമില്ല, എനിക്കൊരു പരാതിയുമില്ല. തൃപ്തനാണ്. ഞാനിപ്പം തന്നെ രാഷ്ട്രീയത്തിൽ തൃപ്തനാണ്. അതേസമയം സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകാനുള്ള താൽപര്യം തുറന്നു പറഞ്ഞ് ശശി തരൂർ. തന്നെ എതിർക്കാനും പറയുന്നതിൽ കുറ്റം കണ്ടെത്താനും സ്വന്തം പാർട്ടിയിൽ പോലും ആളുകളുണ്ടെന്നും ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ പോഡ്കാസ്റ്റിൽ ശശി തരൂർ പറയുന്നു. എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ എല്ലാവർക്കും രാഷ്ട്രീയത്തിൻ്റെ അതീതമായിട്ട് ചിന്തിക്കണം. രാഷ്ട്രീയം നിറഞ്ഞൊരു സംസ്ഥാനമാണ് കേരളം. പക്ഷേ വികസനത്തിൻ്റെ വളർച്ച ഞാൻ കണ്ട 15-16 വർഷത്തിൽ പോരാന്നൊരു വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഇങ്ങനെ ശക്തമായി സംസാരിക്കുന്നത്. ഇടത് വ്യാവസായിക നയത്തെ പിന്തുണച്ചുകൊണ്ടുള്ള ലേഖന വിവാദത്തിന്റെ അലയൊലികൾ കെട്ടടങ്ങും മുമ്പാണ്
നിലപാട് മയപ്പെടുത്താതെയുള്ള ശശി തരൂരിന്റെ ഈ തുറന്നു പറച്ചിൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകാനുള്ള തന്റെ താൽപര്യവും അവ്യക്തതകളില്ലാതെ അഭിമുഖത്തിൽ തരൂർ പങ്കുവെക്കുന്നുണ്ട്. കേരളത്തിന്റെ വിഷയങ്ങളിൽ താൻ കുറെ കൂടി ഇടപെടണമെന്ന് പലരും ആഗ്രഹിക്കുന്നുണ്ടെന്നും ശശി തരൂർ പറയുന്നു. കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ എന്ത് ചുമതല വഹിക്കണമെന്ന് തീരുമാനിച്ചിട്ടില്ല. രാഷ്ട്രീയത്തിൽ വരുന്നത് ഭരണം ലഭിക്കാൻ മാത്രമാണെന്ന ചിന്ത തനിക്കില്ല. അധികാരം ലഭിക്കാൻ വരുന്നവരുണ്ടാകും, പക്ഷേ താൻ അങ്ങനെയല്ലെന്ന് ശശി തരൂർ വ്യക്തമാക്കുന്നു. പാർട്ടി അഭ്യർത്ഥിച്ചതുകൊണ്ടാണ് താൻ രാഷ്ട്രീയത്തിലേക്ക് വന്നത്. താനൊരു പാർട്ടി അംഗമാണ്, പക്ഷേ തന്റെ മനസ്സിൽ എപ്പോഴും എങ്ങനെ ഭാരതത്തെ മെച്ചമാക്കാമെന്നുള്ള ചിന്തയാണ്. കേരളത്തിന്റെ വികസനവും ഭാരതത്തിന്റെ ബഹുസ്വരതയും പ്രധാനപ്പെട്ടതാണ്. കേരളത്തിൽ എല്ലാ മേഖലയിലും രാഷ്ട്രീയമുണ്ട്, സാഹിത്യത്തിലും രാഷ്ട്രീയമുണ്ടെന്നും അഭിമുഖത്തിൽ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. സ്വകാര്യ സർവകലാശാലകളെ എതിർത്തവരാണ് ആദ്യം ഇടതുപക്ഷം, ഇപ്പോൾ അതിനെ അനുകൂലിക്കുന്നു. പക്ഷേ വിദേശ സർവകലാശാലകൾ വേണ്ടെന്നാണ് തീരുമാനം. അടുത്ത 5 വർഷം കഴിയുമ്പോൾ ആ തീരുമാനവും മാറും. പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാകുമ്പോൾ എല്ലായ്പ്പോഴും ഇടതുപക്ഷം അതിനെ എതിർത്തിരുന്നു. മൊബൈൽ ഫോണിനെയും കമ്പ്യൂട്ടറിനെയും എതിർത്തവരാണ്. എല്ലാത്തിലും അവർ പുറകെയാണെന്നും തരൂരിന്റെ വിമർശനം. രാഹുൽ ഗാന്ധിയുമായി ശശി തരൂർ നടത്തിയ നിർണായക കൂടിക്കാഴ്ചയ്ക്ക് മുമ്പാണ് ഇന്ത്യൻ എക്സ്പ്രസിന് അഭിമുഖം അനുവദിച്ചതെന്നാണ് തരൂരിന്റെ ഓഫീസിന്റെ വിശദീകരണം. ന്യൂസ് 18 തിരുവനന്തപുരം. ബംഗ്ലാദേശിലെ ക്രമസമാധാന നില തകർന്നു. കൊലപാതകം, കവർച്ച, പിടിച്ചുപറി, തട്ടിക്കൊണ്ടുപോകൽ എന്നീ കേസുകളിൽ വലിയ വർധന. മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ നിസ്സഹായമെന്നും വിമർശനം. സൈനിക മേധാവിക്കും ഭരണത്തിൽ അതൃപ്തിയെന്ന് സൂചന. മനു ഭരത് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. മനു, എന്താണ് ബംഗ്ലാദേശിൽ നടക്കുന്നത്? ബംഗ്ലാദേശിൽ ഇത് പൂർണ്ണമായും ക്രമസമാധാന നില തകർന്നു എന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തുവരുന്നത്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ പല കേന്ദ്രങ്ങളിലായി 35 കൊലപാതകങ്ങൾ നടന്നിരിക്കുന്നു. തട്ടിക്കൊണ്ടുപോകൽ, അതുപോലെ പിടിച്ചുപറി തുടങ്ങിയ കാര്യങ്ങൾ വർദ്ധിക്കുന്നു. ഈ ഘട്ടത്തിലാണ് സൈനിക മേധാവി തൻ്റെ അതൃപ്തി വ്യക്തമാക്കുന്നത്. ഈ ബംഗ്ലാദേശിൽ ഒറ്റക്കെട്ടായി നീങ്ങാത്ത ഒരു സാഹചര്യത്തിൽ വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങും എന്ന് അദ്ദേഹം പറയുന്നു. മറ്റൊരു പ്രധാന വിഷയം, സൈനിക മേധാവിക്ക് ചില അതൃപ്തികൾ ഇതിൽ ഉണ്ടായിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, അത് ISIയുമായി പട്ടാളത്തിലെ ചില ഉന്നത ഉദ്യോഗസ്ഥർ കൂടിക്കാഴ്ച നടത്തി എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അവിടെ ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് ഫൈസുർ റഹ്മാൻ എന്ന പട്ടാളത്തിലെ 4ാമത്തെ റാങ്കിൽ വരുന്ന ഒരു ഉദ്യോഗസ്ഥൻ ISI മേധാവി ആസിം മാലിക്കുമായി കൂടിക്കാഴ്ച നടത്തി. ഇത് വലിയ അതൃപ്തിയാണ് പട്ടാള മേധാവി വക്കർ ഉസ് സമാന് ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം തൻ്റെ സ്ഥാനം നഷ്ടമാകുമോ എന്നൊരു ആശങ്ക അദ്ദേഹത്തിന് ഉള്ളതായി ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നു. അങ്ങനെ വന്നാൽ ഒരു പട്ടാള അട്ടിമറിക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്ന സംശയം വലിയ തോതിൽ ബംഗ്ലാദേശിൽ ഉയരുകയാണ്. അപ്പോൾ പട്ടാളത്തിനിടയിലുള്ള ഐക്യമില്ലായ്മ ബംഗ്ലാദേശിനെ വലിയ തോതിൽ ബാധിക്കും എന്ന് വ്യക്തമാക്കുന്നു. മുഹമ്മദ് യൂനിസ് സർക്കാരിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്ന വിമർശനങ്ങൾ ഉയരുന്നു. അതേസമയം ആഭ്യന്തര കാര്യങ്ങളുടെ ഉപദേഷ്ടാവായ മൊയ്തുൻ അബ്ദുള്ള ഇത് നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങൾ പരമാവധി നടത്തുന്നു എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ അക്രമങ്ങളുടെയും ഇതുപോലെ തട്ടിക്കൊണ്ടുപോകൽ, കൊള്ള തുടങ്ങിയ കാര്യങ്ങൾ വ്യാപകമാകുന്നു. പട്ടാളത്തിനിടയിൽ അതൃപ്തി പുകയുന്നു. ഈ ഘട്ടത്തിൽ ഒരു തെരഞ്ഞെടുപ്പിന് നേരിടാൻ ബംഗ്ലാദേശ് ഒരുങ്ങുമ്പോൾ അതിനു മുമ്പ് ഒരു പട്ടാള അട്ടിമറി ഉണ്ടാകുമോ എന്ന സംശയം വളരെ ശക്തി പ്രാപിക്കുകയാണ്. ഇടക്കാല സർക്കാരും നിസ്സഹായമാകുന്നു ബംഗ്ലാദേശിൽ എന്ന വാർത്തകളാണ്. മനു ഭരത്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഇടവേളയിലേക്ക്. സംസ്ഥാനത്ത് കൊടും ചൂടിന് ആശ്വാസമായി വേനൽ മഴയെത്തുന്നു. വെള്ളി, ശനി ദിവസങ്ങളിൽ 3 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലാണ് മുന്നറിയിപ്പുള്ളത്. ഞായറാഴ്ചയോടെ വടക്കൻ കേരളത്തിലും മഴയെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നു. ആലുവ മണപ്പുറത്ത് മഹാശിവരാത്രി ആഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. പുഴയോരത്തൊരുക്കിയ 100ൽ പരം ബലിത്തറകളിൽ 300ഓളം പുരോഹിതന്മാർ പിതൃകർമ്മങ്ങൾക്ക് കാർമ്മികത്വം വഹിക്കും. ഇന്ന് ഉച്ച കഴിഞ്ഞപ്പോൾ മുതൽ മണപ്പുറത്തേക്ക് ഭക്തജന പ്രവാഹം തുടങ്ങി. മഹാദേവ ക്ഷേത്രത്തിൽ രാവിലെ 6-ന് ലക്ഷാർച്ചനയോടെ ആരംഭിച്ച ചടങ്ങുകൾ രാത്രി 12-ന് ശിവരാത്രി വിളക്കും എഴുന്നള്ളിപ്പും കഴിഞ്ഞാണ് അവസാനിക്കുക. ഇതിനുശേഷമാണ് ഔപചാരികമായി ബലിതർപ്പണം തുടങ്ങുക. സന്ധ്യയോടെ പരിസരം നിറഞ്ഞു കവിയും. പകൽ മുഴുവൻ ഉപവസിച്ചും പ്രാർത്ഥിച്ചും ഉറക്കമൊഴിഞ്ഞിരിക്കുന്നവർക്കും ദേവസ്വം ബോർഡ് ലഘുഭക്ഷണം നൽകും. ലക്ഷാർച്ചനയും ദീപാരാധനയും തൊഴാൻ വിശാലമായ പന്തലും വഴിപാടുകൾക്ക് കൂടുതൽ കൗണ്ടറുകളും ഒരുക്കിയിട്ടുണ്ട്.
ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിലുണ്ടാകുന്ന പച്ചമരുന്നുകൾ ചേർത്ത് പഴയ ഗ്രന്ഥങ്ങളെ ആശുപത്രിമാക്കി നോട്ടീസ് വേദനകൾ നമ്മുടെ പഴമക്കാർ ഉപയോഗിച്ച പച്ചമരുന്നുകൾ ചേർത്ത് തയ്യാറായി ഈ ആധുനിക കാലഘട്ടത്തിലെ മരുന്നുകളില്ല. നാമെല്ലാം ജനിക്കുന്നതിന് മുമ്പ് ഉണ്ടായ പച്ചമരുന്നുകൾ ചേർത്ത് ശുദ്ധമായ പഴയ ഗ്രന്ഥങ്ങളെ ആശുപത്രിമാക്കി തയ്യാറായ തൈലം വേദനയുള്ള ഭാഗത്ത് കിട്ടുന്നു. ദൂരസ്ഥലങ്ങളിൽ നിന്ന് വരുന്നവർക്കായി പുഴയോരത്തെ ബലിത്തറകളിൽ രാവിലെ മുതൽ പിതൃകർമ്മങ്ങൾ ആരംഭിച്ചു. കുംഭത്തിലെ അമാവാസി ദിവസമായ നാളെ ഉച്ചവരെ ബലിതർപ്പണം നീളും. ക്ഷേത്രകർമ്മങ്ങൾക്ക് തന്ത്രി ചേനാസ് നാരായണൻ നമ്പൂതിരി, മേൽശാന്തി മുല്ലപ്പള്ളി ശങ്കരൻ നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിക്കും. ദക്ഷിണ റെയിൽവേയും മെട്രോ റെയിലും KSRTCയും ആലുവ കേന്ദ്രീകരിച്ച് അധിക സർവീസ് നടത്തുന്നുണ്ട്. മണപ്പുറത്ത് സുരക്ഷയ്ക്കായി 1500 പോലീസ് സേനാംഗങ്ങളെയാണ് വിന്യസിച്ചിരിക്കുന്നത്. ഗ്രീൻ പ്രോട്ടോകോൾ പ്രകാരമാണ് ശിവരാത്രി ആഘോഷങ്ങൾ നടക്കുക. ന്യൂസ് 18 കൊച്ചി. കുടിയേറ്റ കർഷകരെ കുടിയിറക്കാൻ സംഘടിത ശ്രമമെന്ന് ആർച്ച് ബിഷപ്പ് ജോസഫ് പാംബ്ലാനി. വന്യജീവി പ്രശ്നത്തിന് പരിഹാരം തേടി സണ്ണി ജോസഫ് MLA ഇരിട്ടിയിൽ നടത്തുന്ന സമരത്തിൽ സംസാരിക്കുകയായിരുന്നു തലശ്ശേരി ആർച്ച് ബിഷപ്പ്. അതിനിടെ ആറളം ഫാമിൽ നിന്ന് കാട്ടാനകളെ തുരത്താനുള്ള നടപടികൾ വനംവകുപ്പ് തുടങ്ങി. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളിലേക്ക് തമിഴക വെട്രി കഴകം. പാർട്ടിയുടെ 1ാം വാർഷിക സമ്മേളനത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ ലക്ഷ്യമിട്ട് ഗെറ്റ് ഔട്ട് ക്യാമ്പയിന് വിജയ് തുടക്കമിട്ടു. ചെന്നൈ മാമല്ലപുരത്ത് സ്വകാര്യ റിസോർട്ടിലെ വാർഷികാഘോഷങ്ങളിൽ രാഷ്ട്രീയ തന്ത്രജ്ഞനും ജൻ സ്വരാജ് പാർട്ടി നേതാവുമായ പ്രശാന്ത് കിഷോറിന്റെ സാന്നിധ്യം ശ്രദ്ധേയമായി. ചലച്ചിത്ര താരം രഞ്ജന നച്ചിയാർ BJP വിട്ട് TVKയിൽ ചേർന്നു. என்னுடைய தோழர்கள் தோழிகள் எல்லாருக்கும் என்னுடைய வணக்கம் வணக்கம் வணக்கம். നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി 1 വർഷം. തമിഴകത്ത് ഭരണം പിടിക്കുമെന്ന് പ്രഖ്യാപിച്ച വിജയും TVKയും പ്രവർത്തനങ്ങൾ ടോപ്പ് ഗിയറിലേക്ക് മാറ്റുകയാണ്. 3000-ഓളം പ്രതിനിധികളെ സാക്ഷിയാക്കി നടന്ന പാർട്ടിയുടെ 1ാം വാർഷിക സമ്മേളനത്തിൽ DMKയെയും BJPയെയും ലക്ഷ്യമാക്കിയായിരുന്നു വിമർശനങ്ങൾ. மக்களுடைய நலனை பற்றியோ நாட்டோட நலனை பற்றியோ வளர்ச்சிகளை பற்றியோ எதை பற்றியும் கவலைப்படாமல் பணம் 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 எந்தெந்த வழிகளில் எந்தெந்த ரூட்லலாம் இப்படிப்பட்ட இந்த மைண்ட் செட் உள்ள இந்த பண்ணையார்களை அரசியலை விட்டே அகற்றுவது தான் நம்மளுடைய முதல் வேலை. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യ സാധ്യതകളും തുറന്നിടുന്നു വിജയ്. இந்த அரசியல்னால வேற லெவல் தான்ல. அதனாலதான் இந்த அரசியல்ல மட்டும் முன்னாடியெல்லாம் சொல்லி நம்ம கேள்விப்பட்டிருப்போம், நிரந்தர நண்பனும் நிரந்தர எதிரியும் இல்லைன்னு சொல்லுவாங்க. തമിഴക വെട്രിക്കഴകത്തിന്റെ അണിയറ നീക്കങ്ങളുടെ ബുദ്ധികേന്ദ്രമാകാൻ രാഷ്ട്രീയ തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോറും ഉണ്ടാകും. കേന്ദ്ര സർക്കാരിന്റെ പുതിയ വിദ്യാഭ്യാസ നയത്തിനെതിരായ ഗെറ്റ് ഔട്ട് പ്രചാരണത്തിന് വിജയ് തുടക്കം കുറിച്ചു. ജനങ്ങൾ അടുത്ത MGR ആയാണ് വിജയിയെ കാണുന്നതെന്നും അതുകൊണ്ടാണ് BJP വിട്ട് വിജയിയുടെ പാർട്ടിയിലെത്തിയതെന്നും നടി രഞ്ജന നാച്ചിയാരുടെ പ്രതികരണം. വരുന്ന 1 വർഷക്കാലം ബൂത്ത് തല പ്രവർത്തനങ്ങൾ കൂടുതൽ വിപുലമാക്കി മുന്നോട്ടു പോകാനാണ് TVKയുടെ നീക്കം. ന്യൂസ് 18 തമിഴ്നാട്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നില ഗുരുതരമായി തുടരുന്നു. ആരോഗ്യനിലയിൽ മാറ്റമില്ലെന്ന് വത്തിക്കാൻ അറിയിച്ചു. ഇന്നലെ മാർപ്പാപ്പയെ CT സ്കാൻ പരിശോധനയ്ക്ക് വിധേയനാക്കി. കഴിഞ്ഞ ദിവസം മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയുണ്ടെന്ന് വത്തിക്കാൻ അറിയിച്ചിരുന്നു. ബ്രോങ്കൈറ്റിസ് ബാധയെ തുടർന്ന് ഈ മാസം 14-നാണ് മാർപ്പാപ്പയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്ക് പുറമെ വൃക്കകൾക്കും തകരാർ സംഭവിച്ചുവെന്ന് മെഡിക്കൽ റിപ്പോർട്ടുണ്ടായിരുന്നു. സ്വപ്ന കിരീടം തേടി കേരളം.
രഞ്ജി ട്രോഫി ഫൈനലിൽ കേരളത്തിനെതിരെ വിദർഭ മികച്ച സ്കോറിലേക്ക്. ആദ്യ ദിനം കളി അവസാനിച്ചപ്പോൾ 4 വിക്കറ്റിന് 254 റൺസ് എടുത്തിട്ടുണ്ട് വിദർഭ. കരുൺ നായർ 86 റൺസ് എടുത്ത് പുറത്തായി. എൽദോ പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. എൽദോ, മലയാളികൾ എല്ലാവരും കാത്തിരിക്കുകയാണ്. പക്ഷേ ആദ്യ ദിവസം അത്ര നല്ലതല്ല കേരളത്തിനെ സംബന്ധിച്ച് എന്നതാണോ സൂചനകൾ? രേണുക, നമ്മൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന രഞ്ജി ട്രോഫി ഫൈനലിൽ കേരളം ഇപ്പോൾ ആദ്യ ദിനത്തിൽ അത്രമാത്രം മികച്ച ഒരു ഡ്രൈവിംഗ് സീറ്റിലാണെന്ന് പറയാൻ കഴിയില്ല. വിദർഭയാണ് ഇപ്പോൾ മേധാവിത്വം നിലനിർത്തുന്നത്. തുടക്കം പക്ഷേ ഗംഭീരമായിട്ടാണ് കേരളം തുടങ്ങി വെച്ചത്. ആദ്യ 3 വിക്കറ്റുകൾ വളരെ വേഗത്തിൽ കേരളം വീഴ്ത്തിയപ്പോൾ വലിയ പ്രതീക്ഷ മലയാളി ക്രിക്കറ്റ് ആരാധകർക്കുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും രഞ്ജി ട്രോഫിയാണ്, 5 ദിവസങ്ങളുടെ മത്സരമാണ്. ആ ഒരു സാഹചര്യം പരിശോധിക്കുമ്പോൾ നമുക്ക് പ്രതീക്ഷ നിലനിർത്തുകയും ചെയ്യാം. 4 വിക്കറ്റിന് 254 റൺസാണ് നിലവിൽ വിദർഭ ആദ്യ ദിവസം കളി അവസാനിച്ചപ്പോൾ സ്കോർ ചെയ്തത്. 138 റൺസ് എടുത്ത ഡാനിഷ് മലബാർ ക്രീസിൽ തുടരുകയാണ്. കരുൺ നായർ 86 റൺസിന് പുറത്തായത് ആശ്വാസകരമാണ്. പക്ഷേ അപ്പോഴും ഇപ്പോൾ ക്രീസിലേക്ക് എത്തിയിരിക്കുന്ന യശ് താക്കൂറാണ് ഈ രഞ്ജി സീസണിൽ വിദർഭയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ റൺ സ്കോർ ചെയ്ത താരം. അതുകൊണ്ട് തന്നെ ഏറ്റവും അടുത്ത ഒരു വിക്കറ്റ് നേട്ടം തന്നെ കേരളത്തിന് നാളത്തെ ദിവസം ആവശ്യമായി വരും. കേരളത്തിന് വേണ്ടി വിക്കറ്റ് വേട്ടയിൽ MD നിതീഷ് 2 വിക്കറ്റും ഈദൻ ആപ്പിൾ ടോം 1 വിക്കറ്റും സ്വന്തമാക്കി. രേണുക, എൽദോ പോളാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഇനി ഒരു മാർക്കറ്റിംഗ് വാർത്തയിലേക്കാണ്. 4 പതിറ്റാണ്ടിലേറെയായി കേരളത്തിന്റെ പാചക സംസ്കാരത്തിനൊപ്പം സഞ്ചരിച്ച ഈസ്റ്റേൺ ഇനി പുതിയ രൂപത്തിലും രുചിയിലും ഉപഭോക്താക്കൾക്ക് മുന്നിലേക്ക് എത്തുന്നു. പുതിയ ലോഗോയും ബ്രാൻഡ് ഐഡന്റിറ്റിയും കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ പ്രകാശനം ചെയ്തു. അറേബ്യൻ വിഭവങ്ങൾ കൂടുതൽ ജനകീയമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഫ്ലേവേഴ്സ് ഓഫ് അറേബ്യ എന്ന പുതിയ ഉൽപ്പന്ന ശ്രേണിയും അവതരിപ്പിച്ചു. ഷവർമ മസാല, കബ്സ മസാല എന്നിവയാണ് അവതരിപ്പിച്ചത്. ലൈവ് at 6 പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം സകലമാന കേരളം കാണാം. നമസ്കാരം.